ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റോസാ ചെടിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ റോസാ ചെടി നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമുള്ളൂ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ചില പ്ലാന്റ്സിനൊന്നും നമ്മൾ ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ റോസാ ചെടി അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നന്നായി കെയർ ചെയ്ത് കൊടുക്കണം. കുറച്ച് ദിവസം നമ്മൾ അതൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ചെടിയൊക്കെ നശിച്ചു പോകുക, അതല്ലെങ്കിൽ ഇങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന് നല്ല കെയറിങ്ങും അതുപോലെ ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കുക. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ചെടിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു റെഡ് റോസാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളെ ചെടിയിൽ നല്ല വലിയ ഫ്ലവർ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൽ പുതിയ ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ ആ ഫ്ലവർ അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല, അത് ചെറുതായിരിക്കും. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം നമ്മൾ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കാത്തതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ഫ്ലവേഴ്സ് തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇത് കാശ്മീരി റോസാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ സാധാരണ റോസിൻ്റെ പോലെ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല. കണ്ടില്ലേ, ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ്. പക്ഷേ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ടാകും. പിന്നെ ഈ ഒരു റോസ് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലവർ നമ്മൾ വലിപ്പം വെക്കണം എന്ന് ഒരിക്കലും വാശി പിടിക്കരുത് കേട്ടോ. കാരണം ചില റോസിൽ അതിൻ്റെ ആ ഒരു നേച്ചറാണ്, ചെറിയ പൂക്കളുണ്ടാകുന്ന റോസാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു കളറാണ് നമുക്ക് വെറൈറ്റി. ഈ കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒരുമിച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ചെടികൾ വേണമെന്നുള്ളവർ അത് നോക്കി വാങ്ങിക്കുക കേട്ടോ. പിന്നെ നമ്മൾ റോസാ ചെടിയുടെ കെയറിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൂണിങ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കണം. മൊട്ടുണ്ടോ ഫ്ലവർ ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കരുത്. പ്രൂൺ ചെയ്യേണ്ട സമയത്ത് നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ നമ്മൾ കെയറൊന്നും ചെയ്യാണ്ട് കുറേ കാലം അങ്ങനെ നിന്നിട്ട് മുരടിച്ച് പോയിട്ടുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും കുറേ കഴിയുമ്പോൾ നമ്മൾ റോസാ ചെടികൾ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ നല്ല ബുഷിയായിട്ട് വളരാനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ചെടികളൊക്കെ കുറച്ച് മുരടിച്ച് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അടിഭാഗത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുരടിച്ച് പോവാത്ത നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പൂവും മൊട്ടൊക്കെ ഉള്ള ഭാഗത്ത് ഒരു 2 ഇലയൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് അതിനടിയിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുന്ന ചെടികളായതുകൊണ്ടാണ് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ ഇതിങ്ങനെ അടി വരെ കട്ട് ചെയ്ത് കളഞ്ഞാലും ഇതുമെന്ന് പുതിയ കൊമ്പുകളൊക്കെ വന്നിട്ട് ഒരു 15 ദിവസം കൊണ്ട് തന്നെ ഇതുമെന്ന് തളിർത്ത് വരും കേട്ടോ. ഇപ്പോൾ ഇതാ 15 ദിവസത്തിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഈ കാണിക്കുന്നത്. എല്ലാം തളിർത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊക്കെ നല്ല ബുഷിയായിട്ട് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നമുക്ക് നല്ല പ്ലാന്റായിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടാണ് റോസാ ചെടീനെ കെയർ ചെയ്യേണ്ടത് കേട്ടോ. ചെടിക്ക് കേടൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു ഫെർട്ടിലൈസർ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മുട്ടത്തോടാണ്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക കേട്ടോ. കഴുകാൻ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഉറുമ്പും ഒക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഉണക്കിയെടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് കൂടുതലാവുന്ന സമയത്ത് ഇതുപോലെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ നമ്മുടെ റോസാ ചെടിക്ക് എന്നല്ല, ഏത് തരം ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. റോസാ ചെടിക്ക് നമുക്ക് കൂടുതൽ ഫ്ലവറും അപ്പം നല്ലൊരു വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചായയൊക്കെ കാച്ചി കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന ആ ഒരു തേയില ചണ്ടി ഉണ്ടല്ലോ, അത് അരിച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അത് കഴുകിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലാവുന്ന സമയത്ത് നമുക്കിത് ഉണക്കിയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നൈസായിട്ടുള്ള ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല, മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ വലിയ ലീഫായിട്ടുള്ള ചായപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു NPK ഫെർട്ടിലൈസറായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിൽ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടത്തോടിലൊക്കെ ഒരുപാട് കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു അളവ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചായപ്പൊടി ഉണ്ടല്ലോ അതിൽ നിന്ന് 3 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് അളവിനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലാണെങ്കിൽ അതുപോലെ ആ ഒരു റേഷ്യോ അനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതിന്ന് 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം അളവിൽ ഇതിന്ന് ഒരു 3 ടീസ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തേയില ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തേയില ചണ്ടി അല്ല ഉപയോഗിക്കുന്ന ഡയറക്റ്റ് തേയില ഇതുപോലെ പൊടിച്ചിട്ടൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് എടുക്കേണ്ടത് ഈ മുട്ടത്തോടിൻ്റെ പൊടി 3 ടീസ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം തേയിലപ്പൊടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ചായയൊക്കെ കാച്ചിയതിന് ശേഷം അതിൻ്റെ കുറേ ആ ഒരു സത്തൊക്കെ പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ സെയിം അളവിൽ എടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കൂടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി ഈ ബാക്കി വരുന്ന സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലോ എന്തിലെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് നല്ല ടാപ്പ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ള ബോട്ടിലിൽ എന്തിലേലൊക്കെ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഈ റോസാ ചെടിയുടെ അടിയിലുള്ള മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു പോട്ടിലേക്ക് 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ വലിയ പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ചെടികൾ നമ്മൾ വലിയ പോട്ടിലായിരിക്കുമല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഒരു മീഡിയം സൈസിലുള്ള പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആ മണ്ണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് താഴത്തോട്ടൊന്നും ഇളക്കണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ യൂസേജ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള റോസാ ചെടിക്കൊക്കെ ഇത് ഉപയോഗിച്ച് കൊടുക്കാം. ഇനി റോസാ ചെടിക്ക് മാത്രമല്ല കേട്ടോ, ഏത് ടൈപ്പ് ചെടികൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. കോമൺ ആയിട്ടുള്ള ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ 10 മണി ചെടി പോലെയുള്ള അങ്ങനത്തെ ചെടികൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ റോസാ ചെടികൾക്ക് ഞാൻ ഈ പറഞ്ഞൊരളവിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. പിന്നെ നമ്മളൊരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്ലാന്റിന് എന്ത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും ഒരു പ്രാവശ്യം കൊടുത്തിട്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു 15 ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിത് ഇട്ട് കൊടുക്കണം, അപ്ലൈ ചെയ്യണം. അപ്പോഴുള്ളൂ നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ചെടികൾക്കൊക്കെ ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചെടിയിൽ കണ്ടില്ല, ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഡിസീസാണ് കേട്ടോ ഇത്. ഒരു യെല്ലോ കളർ, അതിലൊരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് ലീഫിന്. അപ്പോൾ ഇതുപോലെയൊക്കെ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ആ ഇല എടുത്ത് നശിപ്പിച്ച് കളയണം. അപ്പോൾ ഇതിനുള്ള ഒരു റെമഡി, ഹോം റെമഡി, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹോം റെമഡി ഞാൻ വേറൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോസാ ചെടിയുടെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ചെടി തന്നെ നശിച്ചു പോകും ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് വന്നാൽ. അപ്പോൾ അതിനുള്ള 2 റെമഡികൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ലിങ്ക്. ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പ്രൂൺ ചെയ്യുന്നത് കാണിച്ച ആ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇലയൊക്കെ കിളിർത്ത് വരുന്ന ഇങ്ങനെ പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ഒരു ഫെർട്ടിലൈസർ ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞങ്ങൾ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് ചേർത്ത് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഫെർട്ടിലൈസറൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.